ഈ നമ്മുടെ കാറ് ഓടിക്കുമ്പം കൂടെ ഉണ്ടായിരുന്നോ അന്ന്? ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്ത് എന്തോ വിലങ്ങുന്നൊക്കെ പറയില്ലേ കിളയ്ക്കുമ്പോ, അങ്ങനെ അതാന്ന് ഓർത്തിട്ട് ഞാനിതിരി കുഴമ്പിട്ട് കൊടുത്തു. അപ്പോഴും പറഞ്ഞു മാറണില്ലല്ലോ. അപ്പൊ അഹമ്മദ് ഡോക്ടർ പുള്ളിയുടെ ക്ലാസ്മേറ്റാ, അഹമ്മദ് കാരോത്തുവഴിയിലെ. വിളിച്ചപ്പോ എന്നാ വർഗീസും കൂടി പോരേന്ന് പറഞ്ഞു. എന്നിട്ട് ഓട്ടോ വിളിച്ചിട്ട് വന്നില്ല. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ പുള്ളി വണ്ടി ചെന്ന് കയറി. അപ്പൊ എന്നെ ഓടി ചെന്ന് ഞാനും കയറി പോയി. ഞാൻ ഹോസ്പിറ്റലിന്റെ അടുത്തെത്തണേക്കും ബോധം പോയി. ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോ എന്നിട്ടാണ് വണ്ടി ഇടിക്കുകയോ ചെയ്യുന്നത്. സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് തന്നെ ഇടിച്ചിട്ടാണ് വീണ്. അപ്പോഴേക്കും ചേച്ചിക്കും ചെറിയ പരിക്ക് പറ്റി. അതാ ഇടിച്ചതില് തല മുകളിലടിച്ചതാ. പക്ഷെ പുള്ളി ഭയങ്കര ഫിറ്റ് ആയിരുന്നു ആള്. എന്നും 1 മണിക്കൂർ നടക്കും, കിളയ്ക്കും. നമുക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല, ഇങ്ങനെ ഒരു ഇതാ വരുന്നത് നമ്മൾ ചിന്തിക്കണേ ഇല്ല. നമുക്ക് അങ്ങനെ വിചാരമേ ഇല്ല. ജനാർദ്ദനൊക്കെ പറഞ്ഞു ലൊക്കേഷൻ ഭയങ്കര നടത്തവും കാര്യങ്ങളും ഭയങ്കര അങ്ങനെയായിരുന്നു. എന്നിട്ട് ഞങ്ങളെയൊക്കെ വഴക്ക് പറയും, നിങ്ങളൊന്നും എക്സർസൈസ് ചെയ്യില്ല. അപ്പൊ ഞാൻ പറയും എനിക്ക് 100,000 പണിയുണ്ട്, അതിന്റെ ഇടയ്ക്ക് എവിടെ സമയം എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പേരക്കുട്ടികളൊക്കെ എന്നോട് ചോദിക്കും, ഇങ്ങനെ ഹസ്ബൻഡ് സെലിബ്രിറ്റി ആയിരുന്നല്ലേ എന്നൊക്കെ, അവർക്ക് കാണണോന്നൊക്കെ പറയാം എന്നോട്. അപ്പൊ ഞാൻ പറയും നമുക്ക് സ്വർഗത്തിൽ പോകുമ്പോ സിനിമ കാണാലോ, അതാണല്ലോ ഒരു വലിയ. അല്ല, അവർക്ക് നേരിട്ട് കാണണം. മമ്മി എന്ത് ലക്കി ആയിരുന്നു. എത്രയോ സിനിമാക്കാരൊക്കെ എന്നോട് ചോദിക്കും, മമ്മൂട്ടിനെ കണ്ടിട്ടുണ്ടോ, ഇവരെ കണ്ടിട്ടുണ്ടോ, അവരെ ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട്, ദിലീപിനെ കണ്ടിട്ടുണ്ട്. ഞാൻ ദിലീപൊക്കെ ഇവിടെ വരുമായിരുന്നു. അവർക്ക് അതാ സങ്കടം, അവർക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് അതിന്റെ പേരിൽ ഇങ്ങനെ അവിടെ ഇവിടെ സ്കൂളിലാളാവും കുട്ടികളെ. അത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പൊ എന്നോട് ഇളയൊരു പേരക്കുട്ടി ഉണ്ട്, അവള് പറയും എന്തിനാ സങ്കടപ്പെടണേ, അപ്പച്ചിന്നാ ഞങ്ങള് വിളിക്കാറ്, അപ്പച്ചനല്ല. അപ്പച്ചി ഇപ്പൊ അവിടെ സ്വർഗത്തിൽ കല്യാണമൊക്കെ കഴിച്ച് കൊച്ചുങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുകയായിരിക്കും. മമ്മി ഇവിടെ കരഞ്ഞിരുന്നോ, അവളിച്ചിരി ഒരു ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ്. പേരക്കുട്ടികൾ എത്ര പേരാ? 7 ആള്. 7 ആളുണ്ട് പേരക്കുട്ടികൾ അല്ലേ? 4 പേരക്കുട്ടി എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ആയി. അത്ര ആയി. എല്ലാരും സുഖമായിട്ടിരിക്കുന്നത്? ആയിക്കോട്ടെ. അപ്പം സുദീർഘമായി ഇനിയും സംസാരിച്ച് നീങ്ങുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം വിളിച്ചപ്പോ ഒന്ന് സംശയിച്ചെങ്കിലും ഇത് നമ്മളീ പറഞ്ഞതുപോലെ പേരക്കുട്ടികൾ പറഞ്ഞ പോലെ അല്ലെങ്കിലും ഒക്കെ ഈ NF എന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്തു തന്നു. നിങ്ങൾക്കൊക്കെ വ്യക്തിപരമായിട്ട് ഇത്രയും ഓർമ്മകളുള്ള ഒരു സ്ഥലം. നമ്മളെ സംബന്ധിച്ച് പലർക്കും, അല്ലെങ്കിൽ ഇപ്പം എന്നെക്കാളും പ്രേക്ഷകരെ സംബന്ധിച്ച് സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത്, നമ്മൾ അറിയുന്നത്. അപ്പം ചില സന്ദർഭങ്ങളിൽ നമ്മൾ ബോധപൂർവം ഓർക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ പരിപാടിയൊക്കെ അങ്ങനെയാണ്. കാരണം നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ അദ്ദേഹവുമായി ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഒരു എല്ലാ ദിവസത്തെ ഓർമ്മയല്ല, നമ്മൾ ബോധപൂർവം ഓർക്കുന്നു. ഇതുപോലെ നമ്മൾക്ക് ഒരുപാട് കഥാപാത്രങ്ങളെ തന്ന് കലയെ സ്നേഹിച്ച് നാടകം, മിമിക്രി, സിനിമ, ഇപ്പം വ്യക്തിപരമായി കുടുംബത്തെ സെറ്റിൽ ചെയ്ത് ഡിസിപ്ലിനായി വളർത്തുക എന്നൊക്കെ പറയുന്ന ചിട്ടകളെല്ലാം കാത്തു സൂക്ഷിച്ച ഒരു നല്ല മനുഷ്യൻ, നല്ല കലാകാരൻ NF വർഗീസ് എന്ന അതുല്യനായ നടൻ്റെ ഓർമ്മയിലൂടെയുള്ള ഓർമ്മയിലെന്നും എന്ന പരിപാടി അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കിടക്കുന്നു. ആൽബം സൈനിങ്. ഓർമ്മയിലെന്നും NF വർഗീസ് എന്ന ഈ പരമ്പരയിൽ അമൃത TV ഭാഗത്തു നിന്നും പ്രിയപ്പെട്ട റോസ് ചേച്ചിക്ക് ഒരു ഉപഹാരം അത് സമർപ്പിക്കുന്നതിനായി ജനാർദ്ദൻ ചേട്ടനെ ക്ഷണിക്കുന്നു.